ഏട്ടാ എണീക്ക്, എണീക്കേട്ടാ. എന്ത് നടക്കട്ടു? ഇന്നലെ നിങ്ങളെ കൈ നോക്കി ആ ഏച്ചിയില്ലേ, ഓറ് പുലിയേട്ടാ. ഓറ് കൈ നോക്കി പറഞ്ഞതിൻ്റെ നിങ്ങൾക്കുള്ള 8ന്റെ പണി വരുന്നുണ്ട്. എന്ത് പണി? ഇന്നലെ നമ്മൾ നൂനൂനെയും കൂട്ടി പെണ്ണ് കാണാൻ പോയിട്ടില്ലേനോ? ഓറുണ്ട് നൂനൂനെ പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരുന്നത്. നീ ഒന്നും പറയണ്ട. നമ്മൾ ഇന്നലെ കാണാൻ പോയ വീട്ടിലെ സുധാരേട്ടൻ അച്ഛൻ എപ്പോ വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഓർ ഇന്റെ ജാതകം കൂടി നോക്കുന്നുണ്ട് അത്രേ. ഇന്നത്തേക്ക് ചിലപ്പോൾ ഗ്രഹനില മാറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഓറ് ചോദിച്ചും പറയുന്നത് ജാതകം ഒക്കാൻ ചാൻസ് ഉണ്ടെന്നാ. ആദ്യം ഇന്റെ കല്യാണം, എന്നിട്ടേ ഉള്ളൂ നൂനുന്റെ കല്യാണം. ഞാൻ അങ്ങനെ സമ്മതിക്കൂ കേട്ടോ. ചായ കുടിക്ക്. ആദ്യം ജയേഷിന്റെയും ലിഗിനിന്റെയും നോക്കാം. ആരോടോ പറഞ്ഞത് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരൂലെന്ന്? പറഞ്ഞത് ആരായാലും ആള് ബഹു കേവന. ഈ ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല. പക്ഷെ സുധാരണ പേര് കുട്ടികളെ ജാതകം 10 8 വരുത്ത പക്ക പെർഫെക്റ്റ്. അപ്പൊ മാഷേ, നമ്മള് മക്കളെ കല്യാണം എപ്പോഴാണ് നടത്തുന്നത്? അത് നിനക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. ആ ശത്രുവിനെ അടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങൾ ഗതി പിടിക്കൂല. ശരിയാ, ശത്രു പുറത്തല്ല, അകത്ത് തന്നെയാ. നാറികൾ. ജയേഷേ, ഓളെ കല്യാണം ഇപ്പൊ നടത്തുന്നില്ല. നിന്റെ കല്യാണം നടത്തിയതിന് ശേഷമേ അത് നടത്തൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നല്ലേ അല്ലേ ഓളെ? അതെ, പിന്നല്ലാണ്ട്. നിങ്ങൾക്കറിയാലോ, 38 വയസ്സിനുള്ളിൽ എന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മയ്യത്തായി പോകുന്നു. എന്നിട്ടും മോളെ കല്യാണം നടത്താനാ പൂതി. നിങ്ങളൊരു തന്തയല്ല, നിങ്ങളൊരു തള്ളയല്ല, ഇനി ഒരു പെങ്ങളുമല്ല. കുടുംബക്കാരത്രേ, കുടുംബക്കാരല്ല ഇങ്ങനെയാ. മോനെ, നമ്മൾ എത്ര നാളായി നമ്മളെ തറവാട്ട് മുറ്റത്തൊരു പന്തലിട്ടിട്ട്? പന്തലിടാൻ കല്യാണം തന്നെ വേണമെന്നൊന്നുമില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കറ്. നീ പോടാ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ആടെയുള്ള നായ്ക്കളപ്പുറം കിടന്നോളാം. നിങ്ങളെ കളഞ്ഞാല് ഐറ്റിങ്ങളാ. നിങ്ങൾ എന്തായാലും ചെയ്ത തോന്നിയായി പോയി. ഒരേ അറിഞ്ഞ് മച്ചുമല് മുട്ടിയിരിക്കുന്ന ഇവരായിട്ട് ഉണ്ടായിട്ടാ നിങ്ങൾ മോളെ കല്യാണം നടത്തുന്നു. ഉളുപ്പുണ്ട് നിങ്ങൾക്ക്. ഒരു മനസ്സ് വന്നിട്ടാ ഷേഖനി പടിയിറങ്ങുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബേബി, എത്ര കൊല്ലായിട്ട് ഇനി എൻ്റെ പേഴ്സണൽ മാരേജ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കറുത്ത പമ്പിളർ ഇഷ്ടമല്ലെന്ന്. ഫിൽറ്റർ കൂട്ടിയിട്ടാ മനസ്സിലാവാണ്ടിരിക്കാൻ ഞാൻ എന്താ ബേബി മൊണ്ണനാ? സർ, കളർ കുറച്ച് ഡിഫറെന്റ് ആണേ ഉള്ളൂ സാർ. ബാക്കി എല്ലാം ഓക്കെയാണ് സാർ. അത് ഇനിയാണോ ബേബി തീരുമാനിക്കുന്നത്? പൈസ ഞാൻ തരുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന പണി എടുത്താൽ മതി, വെറുതെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണം. മനസ്സിലായോ? ശരി, ഓക്കെ സാർ. പേരെന്തേനു? പല്ലവി. ഏതുവരെ പഠിച്ച്? MA ലിറ്ററേച്ചർ. കല്യാണം കഴിഞ്ഞ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും താല്പര്യമുണ്ടോ? പിന്നെ. അമ്മേ ജിതേഷേ, വാ. ജയേഷ്, എന്നെ മനസ്സിലായോ? വിനോദ വക്കീലിന്റെ മോളല്ലേ പല്ലവി? അത് തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വൈഫ് എവിടെ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പല്ലവിയുടെ ഞാൻ ഒരെണ്ണം കഴിച്ചു, ഇപ്പൊ ഡിവോഴ്സ്ഡ്. സുഖം സ്വസ്ഥം. ശരി, വരുന്നേ. ഞാനേ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ട് ഒരു മാച്ച് മേക്കിംഗ് ഫേം നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജയേഷിന് വേണ്ടി ഈ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ അത്ര ശരിയായിട്ടല്ല ജോലി ചെയ്യുന്നെന്നോ. അല്ലെങ്കിൽ ജയേഷിനെ പോലത്തെ ഒരാൾക്ക് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. എനിക്ക് കോഴിക്കോട് ഒരു ബ്രാഞ്ച് ഉണ്ട്. മാച്ച് മേക്കിംഗ് റിലേറ്റഡ് എന്ത് ആവശ്യത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്, എപ്പോഴും ഏത് സമയത്തും. ഓക്കെ? പിന്നെ സ്വന്തം കല്യാണം മര്യാദയ്ക്ക് നോക്കി നടത്തത്തോളാം, എൻ്റെ കല്യാണം നടത്തുന്നു.
ഓനെ ഇപ്പൊ ഞാക്ക് വിളിക്കുവാനും മെസ്സേജ് അയക്കുവാനും ഒന്നും പറ്റുന്നില്ലാന്ന്. ഞാളെ എല്ലാത്തിൻ്റെ അകത്തും ബ്ലോക്കാക്കി കളഞ്ഞിനി. ഞാക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇന്നെ ചേർക്കാം. ഞാള് നല്ല പെൺകുട്ടിയോളെ ഫോട്ടോ എല്ലാം അതിലിട്ടുതരാം. ആ ഫോട്ടോ എല്ലാം ഓനെ കാണിച്ചിട്ട് ഓന്റെ മനസ്സൊന്ന് ഇളക്കാൻ നോക്കണം. கவலைப்படாத. இனிமே நீங்க தான் என் குடும்பம், நீங்க தான் என் அப்பா, நீதான் என் அம்மா. நான் வந்து உன் உயிர் நண்பன், கவலைப்படாதா. നീ ഉയർ നൻപനാ. നിങ്ങൾക്കറിയാവാ, ഞാൻ കണ്ട പെണ്ണിനെ സൂത്രത്തിൽ പോയി കണ്ട് കല്യാണം പണി കളഞ്ഞ 1.5 പേർക്ക് ഇവൻ. സാറേ, ആ പറഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്, ആ പറഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്. കഥ പറയുമ്പോ മൊത്തത്തിൽ പറയാം. നീ പറയാതെ ശരിയാ സാറേ, ഇവൻ കണ്ട പെണ്ണിനെ ഞാൻ പോയി കണ്ട്. പക്ഷെ അതിന് മുമ്പ് ഈ മാങ്ങാത്തോലം ചെയ്ത എന്താണെന്നറിയോ? എന്താ? കാണാൻ പോയ പെണ്ണിന് കോന്ത്രം പല്ലുണ്ട്, അവന്റെ കുഴി കിടക്കുന്ന അപ്പൂപ്പന്റെ കോടാങ്കി ശാസ്ത്രപ്രകാരം കെട്ടുന്ന ചെക്കൻ വെന്തുരുക്കി ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ പോയി കണ്ടത്. എന്നിട്ടോ ഈ ചെറ്റ ഇവൻ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കൂട്ടിട്ട് പോയി ഓപ്പറേഷൻ ചെയ്ത് ഓളെ പല്ല് ശരിയാക്കി കളഞ്ഞു സാർ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉള്ള കാര്യം ഇവൻ എന്നോട് പറഞ്ഞില്ല സാർ, പറഞ്ഞില്ല. നീ 95 പോലെ കമ്പ്യൂട്ടർ കളിക്കുന്നവനല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? സകലകല വല്ലവൻ, പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. நீ கவலைப்படாத. ഓ, അവനോട് ഒരു സെന്റി അടിക്കണ്ട. உனக்குன்னு ஒரு பொண்ணு பிறந்திருப்பா. எங்க சார்? வர வரைக்கும் கவலைப்படாத. ஸ்டேட்டே இல்ல சார். உங்களுக்கு தெரியுமா, என் அப்பாவோட குடும்பத்துல யாருமே 70 വയസ്സ് താണ്ടാത്. എനിക്കിപ്പോ 38 വയസ്സായി സാർ. ഏതെങ്കിലും കാലത്ത് ഞാനൊരു കല്യാണം കഴിച്ചു, അതിലെങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടായ ആ കുട്ടിയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക സാർ. വേറെ കുട്ടികളെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക സാർ. ഉണ്ട്, ഭാഗ്യമുണ്ട്. ഇതാണ് ആ കൊച്ച്, പേര് ഗോപിക. എങ്ങനെയുണ്ട്? അസ്പരസ് അല്ലടാ, പ്രശാന്തേട്ടൻ്റെ ആലോചനയാ. എന്നോടല്ല ആരാടാ എനക്ക് പെണ്ണ് നോക്കാൻ പറഞ്ഞേ? ആരും പറയണോ? പ്രശാന്തനും കണക്കാ, ഓൻ്റെ അച്ഛൻ നാരായണനും കണക്കാ. എനക്ക് പെണ്ണ് നോക്കാനും ആണ് നോക്കാനും ഒരുത്തൻ്റെ ആവശ്യമില്ല. ഞാൻ ഒറ്റക്ക മൂട് വെച്ച് സാർ, ഞാൻ തൂങ്ങ പറ. തമ്പി എന്താപ്പാ ഊറുക? താങ്ക്സ്. ഉണ്ടാക്കി കൊടു. நீ வேற. ഇതുകൊണ്ടാ തന്നെ അങ്ങ് ഇരുന്നു. എന്താ മാമ്പറത്തെ ജയേഷ് ഈടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച കാര്യം പുറത്തറിയിച്ച് ആണുങ്ങളെ മക്കാറാക്കാൻ നോക്കിയാലുണ്ടല്ലോ കുരിപ്പേ, ചവിട്ടി ചുമരമിൽ പറ്റിച്ചാളെ ഞാൻ. ഉറിഞ്ചതാ ഓടാ. എവിടത്തെ മണ്ടാണ് ഇതിൽ നല്ലൊരു പെണ്ണെ ഓനെ എവിടെ നിന്ന് കിട്ടാനാ? സ്വാമി എന്തേലും പറഞ്ഞു കൊടുക്കണം, അല്ലാണ്ട് വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കെട്ടിയെടുത്താ പോരാ. സൂക്ഷിച്ചൊക്കെ പോണേ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരെ പേരിൽ 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. തെണ്ടിയാണേലും അവനെന്റെ ചങ്കാടി, നീ അവൻ മറക്കല്ലേ. അവൻ നിന്നെ പെണ്ണ് കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്നെ കെട്ടിയത്. വി ഡോണ്ട് ഫോർഗെറ്റ്
വാടാ